പ്രവാസ ലോകത്ത് ജോലിക്കായി പോയി പറ്റിക്കപ്പെടേണ്ടി വന്നവരുടെ കഥകൾ നാം ഒത്തിരി കേട്ടതാണ്. എന്നാൽ ഈ മലയാളി യുവതിയെ പറ്റിച്ചത് സ്വന്തം സുഹൃത്ത് തന്നെയാണ്. സ്വന്തം നാട്ടുകാരിയായ യുവതിയുടെ ചതിയിൽപ്പെട്ട് ബഹ്റൈനിൽ പെൺവാണിഭ സംഘത്തിന്റെ വലയിലായ മലയാളി യുവതി ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ രക്ഷപ്പെട്ടതായുള്ള ശുഭവാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ലഭ്യമായ രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ 3 മലയാളികളും പിടിയിലായിരിക്കുന്ന ഞെട്ടിക്കുന്ന വാർത്തയുമുണ്ട്. വീട്ടിലെ കഷ്ടപ്പാട് കാരണം കൊല്ലം സ്വദേശിയായ യുവതി വിസിറ്റിംഗ് വിസയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബഹ്റൈനിലേക്ക് ജോലിക്കായി എത്തിയത്. തന്റെ നാട്ടുകാരി കൂടിയായ സുഹൃത്ത് അയച്ചു കൊടുത്ത വിസിറ്റിംഗ് വിസയിലാണ് അവർ ബഹ്റൈനിലേക്ക് വിശ്വാസത്തോടെ വന്നത് തന്നെ. ലേഡീസ് മസാജ് സെന്ററിൽ ജോലി ശരിയാക്കിയിട്ടുണ്ടെന്നും സുരക്ഷിതമാണെന്നും സുഹൃത്ത് ഉറപ്പ് നൽകിയിരുന്നുവെന്നാണത്രേ യുവതി വെളിപ്പെടുത്തിയത്. ബഹ്റൈനിൽ വന്നിറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ മലയാളികളായ സംഘാംഗങ്ങൾ യുവതിയോട് സമീപത്തുള്ള സലൂണിൽ പോയി ഒരുങ്ങി വരാനും ഉടൻ തന്നെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് പോകാനുണ്ടെന്നും അറിയിക്കുകയാണുണ്ടായത്. എന്നാൽ ഇതിൽ പന്തികേട് തോന്നിയ യുവതിയെ മലയാളികളടങ്ങിയ സംഘം നിർബന്ധിച്ച് സലൂണിൽ കൊണ്ടുചെന്നാക്കിയിരുന്നു. അവിടെ നിന്ന് കരഞ്ഞ യുവതിയോട് സലൂൺ ജീവനക്കാർ കാര്യം അന്വേഷിക്കുകയും തുടർന്ന് മലയാളികളായ സാമൂഹിക പ്രവർത്തകരുടെ ഫോൺ നമ്പർ നൽകുകയും ചെയ്തു. ഫോണിലൂടെ കാര്യം മനസ്സിലാക്കിയ സാമൂഹിക പ്രവർത്തകർ ICRFലും ഇന്ത്യൻ എംബസിയിലും വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യൻ എംബസി അധികൃതർ അടിയന്തരമായി ഇടപെടുകയും ബഹ്റൈൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം തേടുകയും ചെയ്തു. യുവതി ബഹ്റൈൻ വിമാനത്താവളത്തിലെത്തിയപ്പോൾ സൗജന്യ സിം കാർഡ് ലഭിച്ചതിനാൽ ലൊക്കേഷനും മറ്റു കാര്യങ്ങളും യുവതിക്ക് തത്സമയം നൽകാൻ കഴിഞ്ഞതും ഇതിന് രക്ഷയായി മാറുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് അന്വേഷണത്തിനായി സ്ഥലത്തെത്തിയ ഉദ്യോഗസ്ഥർ യുവതിയുടെ സ്ഥലത്തെത്തുകയും സ്ഥലം റെയ്ഡ് ചെയ്യുകയും ചെയ്തു. ഇരയായ യുവതിയെ അധികൃതർ ഷെൽട്ടറിലേക്ക് മാറ്റുകയും ചെയ്തുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. 30-കാരിയായ യുവതി വിവാഹിതയും ഒരു കുട്ടിയുടെ മാതാവുമാണ്. പെൺവാണിഭ സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പകരം ഒരാളെ നാട്ടിൽ നിന്ന് യുവതിയുടെ നാട്ടുകാരി തന്ത്രപൂർവ്വം എത്തിച്ചതാണെന്നും പറയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.